ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുന്ന നല്ല അടിപൊളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് തുവരപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറാണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ തേങ്ങ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സദ്യയുടെ ഒക്കെ സാമ്പാറില്ലേ, അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഈ പരിപ്പ് വേവിക്കാൻ വേണ്ടി കുക്കറിലിട്ട് കൊടുക്കാം. ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. ഞാൻ ഇതിൽ ഉപ്പ് ഇടുന്നില്ല കേട്ടോ. ഉപ്പ് ഇട്ടാൽ നമുക്ക് പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ മതിയാവും കേട്ടോ. കുതിർത്ത് വെച്ച പരിപ്പല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഒരു 3 വിസിൽ വന്നോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മറ്റ് സാമ്പാർ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാൻ ഇങ്ങനൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലാണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിതിലേക്ക് ബാക്കി കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം, ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പരിപ്പ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റ് കഷ്ണങ്ങൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ വേവിച്ചെടുക്കാം. ഞാനൊരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ഇതൊക്കെ വേവിച്ചെടുക്കാം കേട്ടോ. ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് എല്ലാ കഷ്ണങ്ങളും കൂടി ഇങ്ങനെ പതുക്കെ വെന്ത് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ സാമ്പാറിന്. ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പരിപ്പ് വെന്തതിന് ശേഷം കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ വേവിച്ചെടുത്താലും മതി. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 2 ക്യാരറ്റ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പച്ചക്കായാണ്. പച്ചക്കായ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. നീളത്തിലാണ് എല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ്. വലിയ ഉള്ളി. അത് ഞാൻ 2 വലിയ ഉള്ളി മീഡിയം വലിപ്പത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ഇഞ്ചിനേക്കാളും കുറച്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കഷ്ണങ്ങൾ, പച്ചക്കറി കഷ്ണങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതൊക്കെ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി നമ്മൾ പരിപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട, ആവശ്യത്തിനുള്ള ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട്. ഒരുപാട് പച്ചക്കറി കഷ്ണങ്ങൾ ഇല്ലാത്തതാണ് നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എല്ലാം കൂടി ഇത്ര എടുത്തിട്ടുണ്ട്. കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും എടുത്തത്. ഒരുപാട് ഐറ്റംസ് ഇല്ലേ, പലതരത്തിലുള്ള, അതൊന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പരിപ്പിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിൻ്റെ കൂടെ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും കൂടെ ചേർക്കണം. അത് ഒന്നിച്ച് നമ്മൾ ചേർക്കുന്നില്ല. ഇതൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം വേണം അത് ചേർക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അത് അടിഞ്ഞു പോവും. ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കുമ്പോൾ അടിഞ്ഞു പോവും. അതുകൊണ്ട് ഇതൊക്കെ വെന്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അവസാനമാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കഷ്ണങ്ങളൊന്ന് വെന്ത് വരാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം.
ആ ടൈം ആവുന്നപ്പോഴേക്ക് ഇതൊക്കെ വെന്ത് വരുന്നപ്പോഴേക്ക് നമുക്കിതിലുള്ള അരപ്പ് തയ്യാറാക്കണം. തേങ്ങ വറുത്തിട്ട് ആണ് നമ്മൾ ഈ സാമ്പാർ വയ്ക്കുന്നത്. വറക്കുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. പരിപ്പ് കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങൾ ഇവിടുന്ന് വെന്ത് വരട്ടെ. നമുക്ക് പരിപ്പ് വെന്തതിന് ശേഷം ഇതൊക്കെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. എളുപ്പത്തിൽ ചെയ്യാം. ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഇതൊക്കെ ഒന്നിച്ചിങ്ങനെ ടൈം എടുത്ത് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഒത്തിരി കൂടുതൽ വെക്കുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ പിന്നെ കുറച്ചൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. എന്നിട്ട് തേങ്ങ വറുത്ത് ചേർത്താലും മതി. ഇപ്പോൾ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങയൊക്കെ അരപ്പ് തയ്യാറാക്കാം. ഇതുപോലെ ഒന്നിച്ച് വേവിക്കുമ്പോൾ നമ്മുടെ മൺചട്ടിയിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ സാമ്പാർ ഇങ്ങനെ കുക്കറിൽ വേവിക്കാതെ ഇങ്ങനെ മൺചട്ടിയിലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണേ. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തിടണേ. ഓക്കെ, നമുക്കിതിന് മൂടി വയ്ക്കാം. സാമ്പാറിന് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തെടുക്കണം. അതിനായി ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 8 ചെറിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 9 വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തേങ്ങ കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് വറുത്ത് വരുമ്പോൾ വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ പൊടികൾ ആദ്യമേ ചേർത്ത് കൊടുത്താൽ പൊടികൾ കരിഞ്ഞു പോയാൽ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റൊക്കെ പോവും. അതുകൊണ്ട് തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. നമുക്കിതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചെറിയ ജീരകവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ട് ഇന്ന് വറുത്തെടുക്കണം കേട്ടോ. എന്നാലാണ് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുക. കരിഞ്ഞു പോകരുത് തേങ്ങ. ഞാൻ വറുത്ത് വന്നിട്ട് കാണിക്കാം കേട്ടോ. തേങ്ങ ഇതുപോലെ വാടി വരുന്നുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് പൊടികളും ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്. തേങ്ങ അത്യാവശ്യം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ തന്നെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ്. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഈ പൊടികളൊന്ന് വറുത്തെടുക്കണം, കരിഞ്ഞു പോവാതെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടികൾ മാത്രമായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക, തേങ്ങയുടെ കൂടെ അല്ലാതെ. അങ്ങനെയും വെക്കുക, ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഇതുപോലാണ് ചെയ്യാറുള്ളത്. തേങ്ങയുടെ കൂടെ തന്നെ വറുത്തെടുത്തിട്ട് അരച്ചെടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പൊടികൾ കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുത്തേക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേങ്ങയുടെ കൂടി ഒന്ന് വറുത്തെടുക്കാം. പൊടികൾ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കി ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ സാമ്പാറിന്. അതാണ് ഇതുപോലെ വറുത്തെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ തേങ്ങയും നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം അരച്ചെടുക്കേണ്ടതുണ്ട്. നമുക്കിനി പച്ചക്കറി കഷ്ണങ്ങൾ വേവാൻ വെച്ചത് നോക്കാം. ഞാൻ കുക്കർ പരിപ്പ് വെന്തതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 4 വിസിൽ വന്നപ്പോൾ. അതുപോലെ നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
കണ്ടോ? ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ, തവി കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നന്നായിട്ട് അടിയുന്നുണ്ട്. നന്നായിട്ട് അടിഞ്ഞ് വരണ്ട, ഇതുപോലെ ആയിരിക്കണം. അടിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സാമ്പാറിന് ഒരു കാണാനും ഭംഗിയുണ്ടാവില്ല, ടേസ്റ്റും. ഇതിങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുക, കാണാനും ഭംഗിയുണ്ടാവുക കേട്ടോ. അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇതിൽ കിടന്നിട്ട് ഒന്ന് വേകട്ടെ. ഞാനൊരു 5 വെണ്ടയ്ക്കയോളം എടുത്തിട്ടുണ്ട്. ഒരു 2 മുരിങ്ങക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്, തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് മുരിങ്ങക്കായ. ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 വിസിൽ വന്നപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ പരിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തുറന്ന് നോക്കാം. പരിപ്പ് നന്നായി ചേർത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. കണ്ടോ? ഇതും കൂടെ നമുക്ക് പച്ചക്കറി കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പരിപ്പും കൂടെ. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. വാളംപുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കണം. വാളംപുളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു വലിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിന് നല്ല പുളി ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങ, അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോഴേക്ക് ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. വെണ്ടയ്ക്കയും മുരിങ്ങക്കായും കൂടെ ഇതിൽ കിടന്നിട്ടൊന്ന് വെന്ത് വന്നോട്ടെ. നമുക്ക് അതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ട് വരാം, തണുക്കാനായി മാറ്റി വെച്ചിട്ട്. തേങ്ങ നന്നായിട്ട് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഞാൻ 1/2 ഗ്ലാസ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോഴേ നന്നായിട്ട് അരച്ച് കിട്ടത്തുള്ളൂ. ഒരുപാട് വെള്ളം ചേർത്ത് അരക്കണ്ട കേട്ടോ. ഇതുപോലെ ചെരിച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ വെള്ളം കാണണം, ഇത്രയേ വേണ്ടുള്ളൂ. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് അരച്ചെടുക്കേണ്ടത്. നമുക്കിനി ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറി കഷ്ണത്തിലേക്ക്, നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുന്ന കഷ്ണം, വെന്ത കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായി കിടന്നാലും സാരമില്ല, കാരണം നമ്മുടെ സാമ്പാർ ഇരിക്കും തോറുമാണ് ടേസ്റ്റും കൂടുക, തിക്കായിട്ട് വരികയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് കുറച്ച് ലൂസ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഇന്ന് ഉണ്ടാക്കിയാൽ സാമ്പാർ നാളെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കളറും മാറും, കളറൊക്കെ നല്ല ഡാർക്കാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതാണ് സാമ്പാറിൻ്റെ ഒരു ഗുണം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം, കഷ്ണങ്ങളൊന്നും ഇടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇനി ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് വേണം കേട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. ഞാൻ 1 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര, ഇതുപോലെ ഇത്രയും മതിയാകും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇത്രയും മതിയേ, ചെറിയ കഷ്ണം. അതായത് നമ്മുടെ ആ ഒരു പുളിയും, സാമ്പാറിൻ്റെ പുളിയും ഉപ്പും ഒക്കെ അതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി മധുരം ഈ ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വന്നോട്ടെ. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. കുറച്ച് മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണവും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ സാമ്പാറിൽ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കേണ്ടതുണ്ട്, കടുകൊക്കെ, അത് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
കടുകൊക്കെ താളിക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം 5 വറ്റൽ മുളക് കീറിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉലുവയും ജീരകമൊക്കെ ഒന്ന് ഇതുപോലെ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത് സാമ്പാറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 1 ടീസ്പൂൺ മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അതുപോലെ 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അപ്പാട് തന്നെ ഇളക്കി കൊടുക്കാതെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴാണ് നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. സദ്യക്കൊക്കെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കൂട്ടം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ ചേർത്ത് കൊടുക്കണം. കുറച്ച് കായത്തിൻ്റെ പൊടി, അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ വെളിച്ചെണ്ണയുടെ ആ ഒരു ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ പെരുങ്കായം ചെറുങ്ങനെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പ്രത്യേക ഒരു മണമൊക്കെ വരും കേട്ടോ നമ്മൾ കായം ചേർത്ത് കൊടുക്കുമ്പോൾ സാമ്പാറിൽ. ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, നമുക്ക് ഇഡ്ഡലി, ദോശ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ളൊരു സാമ്പാറാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. Thanks for watching.